തവനൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ പദ്ധതികൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി യൂത്ത് ലീഗ് രംഗത്ത്. തവനൂർ പഞ്ചായത്തിലെ 9-ാം വാർഡിൽ സ്ഥാപിച്ച പാതയോരത്ത് നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിൽ വൻ അഴിമതി ഉണ്ടായിട്ടുള്ളതായി യൂത്ത് ലീഗ് ആരോപിക്കുന്നു. 2021-22 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 200 ചതുരശ്ര അടി വിസ്തീർണത്തിൽ നിർമ്മിച്ച താൽക്കാലിക കെട്ടിടത്തിന് 22.63 ലക്ഷം രൂപ ചിലവിട്ടതായാണ് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ചിരിക്കുന്ന വിവരം. എന്നാൽ വെറും PVC പൈപ്പും ഷീറ്റും കൊണ്ട് നിർമ്മിച്ച ഈ കെട്ടിടത്തിന് 4 ലക്ഷത്തിലധികം ചിലവ് വരില്ലെന്നാണ് യൂത്ത് ലീഗ് ആരോപിക്കുന്നത്. ഇത്രയും അധികം രൂപ ചെലവഴിച്ച് വൻ അഴിമതിയാണ് അതിൽ നടന്നിട്ടുള്ളത് എന്നാണ് ഞങ്ങൾ പ്രതിഷേധിക്കുന്നത്. അതിൽ വിവരാവകാശ നിയമരേഖ പ്രകാരം നമുക്ക് ലഭിച്ച മറുപടിയിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതിൻ്റെ നിർമ്മാണം നടന്നിട്ടുള്ളത് PVC മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ്. കല്ല്, മണൽ, സിമൻറ്റ് എന്നുള്ള മെറ്റീരിയൽസ് ഒന്നും അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടില്ല. വാളിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഒരു PVCയുടെ ഷീറ്റും റൂഫിങ് GI ഷീറ്റും ഉപയോഗിച്ചാണ് അതിൻ്റെ നിർമ്മാണം നടത്തിയിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് ടെമ്പററി നിർമ്മാണമാണ് അവിടെ നടന്നിട്ടുള്ളത്. വിവരാവകാശ പ്രകാരം നമുക്ക് തന്നിട്ടുള്ള പ്ലാനും അവിടെ നിർമ്മാണം നടന്നിട്ടുള്ള കെട്ടിടവും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്ത ഒരവസ്ഥയാണുള്ളത്. കൂടാതെ തവനൂരിൽ വർഷങ്ങൾക്ക് മുൻപ് നിർമ്മാണം പൂർത്തിയാക്കിയ ബഡ്സ് റീഹാബിലിറ്റേഷൻ ഫിസിയോതെറാപ്പി കെട്ടിടം ഇനിയും തുറന്നു കൊടുത്തിട്ടില്ലെന്നും ഇപ്പോഴും പരിമിതമായ സൗകര്യത്തിൽ വാടക കെട്ടിടത്തിലാണ് സെന്റർ പ്രവർത്തിക്കുന്നതെന്നും യൂത്ത് ലീഗ് ആരോപിക്കുന്നു. മാത്രമല്ല, റീഹാബിലിറ്റേഷൻ സെന്ററിനായി നിർമ്മിച്ച കെട്ടിടം സാമൂഹ്യവിരുദ്ധരുടെ താവളമായി മാറിയിട്ടുണ്ടെന്നും യൂത്ത് ലീഗ് പ്രവർത്തകർ പറഞ്ഞു. 7 വർഷത്തോളമായിട്ട് പഞ്ചായത്ത് ഭരണസമിതി ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. ബഡ്സ് റീഹാബിലിറ്റേഷൻ ആൻഡ് ഫിസിയോതെറാപ്പി, അതായത് ഭിന്നശേഷിക്കാർക്കും അതുപോലെ തന്നെ മെൻ്റലി ചലഞ്ചഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്കുമുള്ള ഒരു കേന്ദ്രം എന്ന പേരിലാണ് 7 വർഷത്തോളമായിട്ട് ആ ഒരു ബിൽഡിംഗ് അവിടെ നിർമ്മിച്ചിട്ടുള്ളത്. പക്ഷെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ട് ഈ ഒരു നിമിഷം വരെ അതിൻ്റെ ഗുണഭോക്താക്കൾക്ക് വേണ്ടിയിട്ട് ആ ബിൽഡിംഗ് ഇതുവരെ തുറന്നു കൊടുത്തിട്ടില്ല. അതിനേക്കാൾ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ആ ബിൽഡിംഗ് എന്തിനു വേണ്ടിയിട്ടാണ് നിർമ്മിച്ചത്, അതിൻ്റെ യഥാവിധിയിലുള്ള നിർമ്മാണം ഉപയോഗം നടക്കാത്തത് കാരണം അവിടെ ഇപ്പോൾ മയക്കുമരുന്ന് മാഫിയകൾ തമ്പടിച്ചിരിക്കുകയാണ്. വൈകുന്നേരങ്ങളിൽ നമ്മളവിടെ പോയി സമയത്ത് കാണാൻ കഴിഞ്ഞത് മദ്യകുപ്പികളടക്കം മറ്റു മയക്കുമരുന്നിൻ്റെ മെറ്റീരിയൽസൊക്കെ അവിടെ കാണാൻ കഴിഞ്ഞത്. തവനൂർ പഞ്ചായത്തിലെ ഒട്ടുമിക്ക പ്രദേശത്തെയും ജലക്ഷാമം പരിഹരിക്കാൻ കഴിയുന്ന തരത്തിൽ 4-ാം വാർഡിൽ നിർമ്മിച്ച പമ്പ് ഹൌസ് 4 വർഷത്തോളമായി പ്രവർത്തനരഹിതമായിരിക്കുകയാണെന്നും പമ്പ് ഹൌസിൽ സജ്ജീകരിച്ച കോടികൾ വിലമതിക്കുന്ന യന്ത്രസാമഗ്രികൾ നശിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണെന്നും ഇപ്പോൾ നൽകിയ പൈപ്പ് കണക്ഷനിൽ വെള്ളം എത്തുന്നതിന് മുന്നേ ബില്ലെത്തുന്ന അവസ്ഥയാണുള്ളതെന്നും യൂത്ത് ലീഗ് നേതാക്കൾ പറഞ്ഞു. കടകശ്ശേരിയിലും മൂവാങ്കരയിലും ഉൾപ്പെട്ടിട്ടുള്ള മേഖലയിലെ പമ്പ് ഹൗസ് പല ഘട്ടങ്ങളിലായിട്ട് 3.5 കോടിയോളം ചിലവാക്കി 6 വർഷമായിട്ട് ആ പമ്പ് ഹൗസിൻ്റെ മോട്ടറൊന്ന് കറക്കാനോ അവിടുത്തെ പരിസരവാസികൾക്കും അവിടുത്തെ ജനങ്ങൾക്കും ആ പമ്പ് ഹൗസ് തുറന്നു കൊടുക്കാനോ ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതിക്കോ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനോ ഇതുവരെ സാധിച്ചിട്ടില്ല. അവിടുത്തെ കുടിവെള്ള പദ്ധതി പമ്പ് ഹൗസ് ഓപ്പണാക്കി കഴിഞ്ഞാൽ അവിടെയുള്ള പരിസരവാസികൾക്കും 3, 4, 5, 6, 3 എന്ന വാർഡുകളിലെ ജനങ്ങൾക്ക് കൃഷിക്കാർക്കും നല്ല ഉപകാരപ്പെടുന്ന ഒരു പമ്പ് ഹൗസാണ്. ഇത്രയും കാലം അത് അനിശ്ചിതമായിട്ട് ഒരു അനാഥപ്രേതം പോലെയാണ് അവിടെ സ്ഥിതി ചെയ്യുന്നത്. തവനൂർ പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ യൂത്ത് ലീഗ് പ്രസിഡന്റ് ഷാഫി എങ്കിലും സീനിയർ വൈസ് പ്രസിഡന്റ് MK മുസ്തഫ, സെക്രട്ടറി റൌഫ് വെള്ളാഞ്ചേരി എന്നിവർ പങ്കെടുത്തു. NCV ന്യൂസ് തവനൂർ. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. വിഷൻ സക്സസ്, ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം.